നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വൈറൽ യുഗമാണല്ലോ, എന്തിട്ടാലും വൈറലാകും. പ്രത്യേകിച്ച് സ്ത്രീകളുടെ ശരീരഭാഗങ്ങളെക്കുറിച്ചുള്ള വീഡിയോകൾ ഇട്ടാൽ പെട്ടെന്ന് വൈറലാകുമെന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഏകദേശം 4 കോടിയിലധികം ആളുകൾ കണ്ടിട്ടുണ്ട്. ഒരുപക്ഷെ കേരളത്തിന് അകത്തും പുറത്തുമുള്ള ആളുകൾ കണ്ടിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. ഇന്ത്യയെമ്പാടുമുള്ള ആളുകൾ കണ്ടിരിക്കാം എന്ന് നമുക്ക് കരുതാം. എന്തായാലും ആ ഒരു വീഡിയോ വന്നതിന് ശേഷം സമൂഹ മാധ്യമങ്ങളിൽ 2 ചേരിയായി നിന്നുകൊണ്ട് സപ്പോർട്ട് ചെയ്തും അല്ലാതെയും പിന്തുണച്ചും അല്ലാതെയും ഒക്കെ തന്നെ വലിയ രീതിയിലുള്ള പ്രതികരണങ്ങൾ വരുന്നുണ്ട്. എന്തായാലും ആ പ്രതികരണങ്ങൾ നോക്കുമ്പോൾ പറഞ്ഞു വരുന്നത് ആലുവയിൽ നിന്നും ബസ് കയറിയ യുവതിക്ക് നേരെ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു തുറിച്ചുനോട്ടത്തിന്റെ വീഡിയോയാണ്. അതാണ് ഏകദേശം 4 മില്യൺ ആളുകൾ കണ്ട വീഡിയോ എന്ന് പറയുന്നത്. എന്നാൽ പിന്നീട് വീഡിയോയിലുള്ള ആളെ പിന്തുണച്ചുകൊണ്ട് അനവധി ആളുകൾ വന്നിരുന്നു. അയാൾ വീഡിയോയിലേക്ക് ആണ് നോക്കുന്നത്. അതായത് അയാളുടെ തൊട്ട് മുന്നിലുള്ള ഫോണിൽ അയാളുടെ മുഖം കണ്ടപ്പോൾ അയാൾ അതാണ് തുറിച്ചു നോക്കുന്നത്. അല്ലാതെ അയാളെ കാണിക്കാനായി സാരി അഴിച്ചു വെച്ചതല്ലേ നീ, അതല്ലേ അയാൾ നോക്കിയത്, റീച്ചിന് വേണ്ടി ഇതല്ല, ഇതിനപ്പുറവും ചെയ്യുന്ന പെണ്ണുങ്ങളാണ് നമ്മുടെ സമൂഹത്തിൽ ഉള്ളത് എന്നടക്കം കമന്റുകൾ വരുന്നുണ്ട്. എന്തായാലും 2 തന്നെ നമുക്ക് തന്നെ കാണാം. കാരണം ഏകദേശം 4 കോടിയിലധികം ആളുകൾ കണ്ട ഈ വീഡിയോയിലെ ഈ മനുഷ്യൻ, ഈ വ്യക്തി അല്ലെങ്കിൽ ഇതൊരു മധ്യവയസ്കനാണ്. അദ്ദേഹത്തിന് വീട്ടിലെ കുടുംബവും ഭാര്യയും മക്കളും ഒക്കെ ഉണ്ട്. ഇനി എങ്ങനെ പറഞ്ഞാലും ഭാര്യയും മക്കളും ഒരുപക്ഷെ വിശ്വസിക്കണമെന്നില്ല. ഞാൻ ഫോണിലേക്കാണ് നോക്കിയത് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കണമെന്നില്ല. കാരണം നമ്മൾ അങ്ങനെയാണ്, അല്ലെങ്കിൽ സാരിക്കകത്തേക്കാണ് നോക്കുന്നത് എന്ന് വിചാരിച്ചുകൊണ്ട് ആ വീഡിയോ കാണുകയാണെങ്കിൽ അങ്ങനെയേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. 2 നമുക്ക് തരംതിരിക്കാം. അതായത് കൂടുതൽ ആളുകളും പറയുന്നത് അദ്ദേഹം ഫോണിലേക്കാണ് നോക്കുന്നത്, ഫോണിലേക്ക് തന്നെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്, അല്ലാതെ മറ്റു രീതിയിലല്ല എന്ന് പറയുന്നു. പക്ഷേ ഇതിനു മുൻപും പല രീതിയിലുള്ള വാർത്തകൾ നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും അടുത്ത് 70 വയസ്സുകാരിയായുള്ള യുവതി, വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന യുവതി വീട്ടിൽ മരണപ്പെട്ടിരുന്നു. യുവതിയുടെ അടുത്ത സുഹൃത്തായ വീടിനടുത്തുള്ള മറ്റൊരു വയസ്സനായ ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. 2 ദിവസത്തിന് ശേഷമാണ് അയാളല്ല ഇവരെ കൊന്നത് എന്ന് വ്യക്തമാവുകയും അയാളെ വിട്ടയക്കുകയും ചെയ്യുന്നു. ഇനി അയാൾ ആത്മഹത്യ എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിലും അയാൾക്കുണ്ടായ മാനക്കേട്, അയാളുടെ കുടുംബത്തിനുണ്ടായ മാനക്കേടൊക്കെ തന്നെ എത്രത്തോളം വലുതാണ് എന്ന് നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ. ഇത്തരത്തിൽ വീഡിയോ ഇടുമ്പോൾ കുറച്ചുകൂടി ആധികാരികമായി ഒന്നുകൂടി ആലോചിച്ച ശേഷം ഇടുക. ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ഞരമ്പന്മാർ വളരെ കൂടുതലാണ് നമ്മുടെ സമൂഹത്തിൽ എന്ന് പറയുന്നതിൽ യാതൊരുവിധ തെറ്റില്ല. അല്ലെങ്കിൽ ഇത്തരം ഞരമ്പന്മാരെ സമൂഹത്തിന് മുന്നിൽ കൊണ്ടുവരുന്നത് എപ്പോഴും നല്ലത് തന്നെയാണ്. പക്ഷേ ഇത്തരത്തിൽ മറ്റൊന്നും കാണുന്നില്ല എന്ന് യുവതി തന്നെ പറയുന്നു. എൻ്റെ ശരീരം മുഴുവൻ കവേർഡായിരുന്നു, ഞാൻ സാരിയാണ് ഉടുത്തിരുന്നത്, അതുകൊണ്ട് തന്നെ മുഴുവനായി കവേർഡായിരുന്നു, അല്ലാതെ ഒന്നും കാണാനായി ഇല്ല. പക്ഷെ എന്നിട്ടും അയാൾ നോക്കുന്നു. അയാളുടെ കയ്യിൽ കത്തി ഉണ്ടായിരുന്നു, അയാളുടെ കയ്യിൽ ഈ പറയുന്ന പോലെ തന്നെ ചീപ്പ് ഉണ്ടായിരുന്നു, കത്തി ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നു. അയാൾ ഇനി ഒരു ബാർബർ ഷോപ്പ് ജീവനക്കാരനായിരുന്നുവെങ്കിലോ എന്നടക്കമുള്ള ചോദ്യങ്ങളും ഉയരുന്നുണ്ട്. എന്തായാലും സമൂഹ മാധ്യമങ്ങളിൽ 2 ചേരി തിരിഞ്ഞുള്ള പോർ കനക്കുകയാണ്. പക്ഷേ ആ പെൺകുട്ടി അവരുടെ ഉറച്ച സ്റ്റാൻഡിൽ തന്നെയാണ് നിൽക്കുന്നത്. ആലുവ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. പക്ഷേ FIR രേഖപ്പെടുത്തിയിട്ടില്ല എന്നാണ് പറയുന്നത്. പക്ഷേ അയാൾ ഇപ്പോൾ വലിയ രീതിയിലുള്ള മാനസിക സംഘർഷം അനുഭവിക്കുകയാണ്. എത്രയൊക്കെ തന്നെ തിരുത്താൻ ശ്രമിച്ചാലും ഒരു പക്ഷേ അദ്ദേഹം ചെയ്ത തെറ്റാണെങ്കിലും അല്ലെങ്കിലും ഒരുപക്ഷെ ആളുകൾ അദ്ദേഹത്തെ മോശക്കാരനായി കണ്ടു കഴിഞ്ഞു എന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും അദ്ദേഹത്തിന്റെ കുടുംബത്തിന് ഉണ്ടായിരിക്കുന്നത് വലിയൊരു തീരാത്ത കറ തന്നെയാണ്. കാരണം ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് സമൂഹത്തിൽ ഉണ്ടാകുന്ന വളരെ മോശം പെരുമാറ്റമുള്ള ആളുകൾ കാരണം സാധാരണ പോലും നോക്കുന്ന നോട്ടത്തെ ഒരു തുറിച്ചുനോട്ടമായി കണ്ടു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. സമൂഹ മാധ്യമത്തിൽ ഒരു വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇത്രയേ ഉള്ളൂ, അയാളുടെ കാര്യം കഴിഞ്ഞു, കഥം എന്ന് പറയേണ്ടി വരുന്ന ഒരു സിറ്റുവേഷനിൽ എത്തി നിൽക്കുന്നു. എന്തായാലും സമൂഹ മാധ്യമങ്ങൾ ഈ വീഡിയോ വൈറലായിരിക്കുന്നു. അത് മാത്രമല്ല പല ശരീരഭാഗങ്ങൾ കാണിക്കുന്ന സ്ത്രീകൾ നമ്മുടെ സമൂഹത്തിൽ വലിയ കൂടുതലാണ്. ഇപ്പോൾ വളരെ വലിയ രീതിയിൽ കൂടുന്നു. അറിഞ്ഞുകൊണ്ട് തന്നെ എന്നാൽ പിന്നെ കണ്ടോളൂ എന്ന മട്ടിൽ നിൽക്കുന്ന യുവതികളുടെ എണ്ണം വളരെ കൂടുതലാണ്. അതായത് എങ്ങനെയും വൈറലാകാൻ നടക്കുന്ന കുറെ യുവതികൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അതല്ല, എവിടെ ഒരു പെൺകുട്ടി ഒരു കോലിൽ തുണി ചുറ്റി നിന്നാലും അവിടെ പോയി ചുരണ്ടി നിൽക്കുന്ന ആളുകളും നമ്മുടെ സമൂഹത്തിൽ ഉണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല.